ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്രക്കിടയിൽ നമുക്കൊരു ഹോട്ടലിൽ കയറണമെന്ന് തോന്നി കേട്ടോ. അപ്പം നമ്മൾ നേരെ വരുന്ന വഴിക്ക് നമ്മൾ കയറിയൊരു ഹോട്ടലാണ് ശ്രീ ആര്യാസ്. ഇതെന്ന് പറയുന്നത് രാമചന്ദ്രന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ ശ്രീ ആര്യാസ്. വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റുകളാൽ അലങ്കരിച്ചിരിക്കുന്ന ഒരു ഹോട്ടൽ. LED ലൈറ്റിലൊക്കെയാണ് ഇത് നല്ല ചെയ്തിരിക്കുന്നത്. ചായ് പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ സെൻറ്ററിൽ ചെയ്തിട്ടുണ്ട്. അകത്ത് കയറുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഒരു യെല്ലോ കളറാണ് അല്ലേ? അതെ, രാത്രിയിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കേട്ടോ. അതെ, പ്യൂർ വൈറ്റ് അല്ല, ഒരു യെല്ലോ കളറിലാണ്. നമ്മൾ യാത്ര കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്കാണ് നമ്മൾ ഈ ഹോട്ടലിൽ കയറുന്നത്. അപ്പം നമ്മളത് റോഡ് നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടില്ല. ഇതിപ്പോൾ നെടുമങ്ങാടാണ്. നെടുമങ്ങാട് രാമചന്ദ്രൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ കൈരളി ഓട്ടോമൊബൈൽസ് നേരെ അടുത്തായിട്ടിരിക്കുന്ന ഹോട്ടലാണ്. വെജിറ്റേറിയൻ ഹോട്ടലാണ് ഹോട്ടൽ ശ്രീ ആര്യാസ്. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ചായ കുടിക്കണം എന്നുള്ള മോഹമായിട്ട് നമ്മൾ കയറിയിരിക്കുന്നതാണ്. അതെ, ഒരു ചായ നമ്മൾ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. 2-3 തവണ ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് വിചാരിച്ചു കൂട്ടുകാർക്ക് കൂടി ചായ സ്പോട്ട് പരിചയപ്പെടുത്താം. രാത്രിയൊക്കെ നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം വന്ന് ചായയൊക്കെ കുടിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പോയിന്റാണ്. അതുകൂടാതെ വെറൈറ്റി കട്ട്ലറ്റ്, ബ്രെഡ് മസാല, അതുകൂടാതെ തന്നെ സ്വീറ്റ് ബ്രെഡ്, പിന്നെ കാബജി, സമൂസ, പിന്നെ നമ്മുടെ കത്തിരി ബജി നമ്മുടെ ഒരു ഐറ്റം ഉണ്ട്, ഉഴുന്നുവടയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ കാബജി എന്ന് പറയുമ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ഇത് മാറ്റി ഇത് നോക്കിയേ, ഇത് നമ്മുടെ അല്ലാതെ കട്ടിങ് പീസായിട്ട് കാബജി വേറെ മസാല ചേർത്തിട്ടുള്ളതുണ്ട്. അതുകൂടാതെ തന്നെ ഉഴുന്നുവട, ഇങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കട്ട്ലറ്റാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കട്ട്ലറ്റ് നേരെ നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ തന്നെ അവിടെ ഒരു ചേട്ടൻ ഇപ്പോൾ നമുക്ക് എടുത്തു തന്നു നമുക്ക് എല്ലാവർക്കും. മീനുട്ടി ഈ കട്ട്ലറ്റ് മീനുട്ടി സാധാരണ എരിയാണെങ്കിൽ കഴിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മീനുട്ടി ഇവിടുത്തെ കട്ട്ലറ്റ് മീനുട്ടിക്ക് എങ്കിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ മീനുട്ടി എടുത്തു വെച്ച് നമ്മളെപ്പോഴും വന്നാലും ഇവിടെ ആസ്വദിച്ചിരുന്നാണ് ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നത്. അത് അത്രയും നമ്മൾ വെജിറ്റേറിയനാണ്. നമ്മൾ പിന്നെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വൃത്തിയുണ്ട്. നമ്മൾ കടയിലൊക്കെ ഒരു വൃത്തിയുള്ളതിൻ്റെ ആ ഒരു ഇതിലാണ് നമ്മൾ ഇവിടെ ഇരുന്ന് വളരെ മനോഹരമായി. എപ്പോഴും നല്ല തിരക്കായിരിക്കും. എപ്പോഴും തിരക്കാണ്. നമ്മൾ വരുന്ന സമയത്തെല്ലാം നല്ല തിരക്കായിരിക്കും കേട്ടോ. പിന്നെ ഇവിടുത്തെ ചായയൊക്കെ ഒരു വെറൈറ്റിയാണ്. നല്ല കട്ടി ചായയാണ് കേട്ടോ. നമ്മൾ സാധാരണ വെള്ളം കണക്കിരിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ചായ. തേയിലയുടെ പ്രത്യേകത ആണോ എന്താണെന്നുള്ള അറിയത്തില്ല. നല്ല ചായയൊക്കെ നല്ല സ്ട്രോങ് സൂപ്പർ ചായയാണ്. ചായ മാത്രമല്ല, കോഫി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ വളരെ അടിപൊളിയാണ്. ബൂസ്റ്റ്, കോഫി, ചായ, അതുകൂടാതെ തന്നെ വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ചായ 12 രൂപ, കോഫി 17 രൂപ. അതെ, അതുകൂടാതെ തന്നെ കടി ഐറ്റംസും സാധാ രീതിയിലുള്ള കടി ഐറ്റംസ് എല്ലാം 12 രൂപയാണ്. റേറ്റ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മസാല, അങ്ങനെ മസാല ബ്രെഡ് ഇങ്ങനെയുള്ളതിന് എല്ലാത്തിനും റേറ്റ് വ്യത്യാസമുണ്ട്. റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ എന്തുകൊണ്ടും ഇവിടുത്തെ ഫുഡ് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആണ്. നെടുമങ്ങാട് ശ്രീ ആര്യാസിൽ വന്ന് ചായ കുടിച്ച് സ്നാക്സ് ഫുഡ് ഒക്കെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറയണം. ഇതുപോലെയുള്ള നെടുമങ്ങാട് നിങ്ങൾക്ക് പരിചയമുള്ള വെറൈറ്റി ആയിട്ടുള്ള കടകളുണ്ടെങ്കിൽ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ പ്രേമികളാണ്. എവിടെ പോയാലും 2-3 ചായ കുടിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടേതായ രീതിയിൽ പോയിട്ട് കുഞ്ഞു വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഭയങ്കര പരസ്യം ബ്ലോഗ്, ഫുഡ് ബ്ലോഗ് അങ്ങനെയുള്ള അല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ അതിൻ്റെതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ സദയം ക്ഷമിക്കുക. എന്തെങ്കിലും നെഗറ്റീവ്സോ തെറ്റായിട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. കടകളുണ്ടെങ്കിൽ പറയാം കേട്ടോ. എന്ത് കടകളാണെങ്കിലും ഗാർഡൻ ആണെങ്കിലും എന്ത് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നമ്മളെ കൊണ്ട് വരാൻ പറ്റുന്നതെല്ലാം ഞങ്ങളെ കൈക്കുള്ള ബജറ്റിനനുസരിച്ചാണ് ഞങ്ങൾ സാധനം വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാനും നമുക്ക് പറ്റത്തില്ല കേട്ടോ. ഒരു ഐറ്റം, ഒരു ചായ, ഒരു ഐറ്റം, അങ്ങനെയായിരിക്കും ഞങ്ങൾ കേട്ടോ. നമുക്കിപ്പോൾ നമ്മളിവിടെ മീനുട്ടി കട്ട്ലറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. മീനുട്ടിക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞു കട്ട്ലറ്റ്. ചായയൊക്കെ കുടിച്ചിട്ട് മീനുട്ടി അങ്ങനെ റെസ്റ്റ് ചെയ്യാണ്. കൂട്ടത്തിൽ എനിക്ക് ചായ കുടിക്കണമല്ലോ, അങ്ങനെ ഞാനും തകൃതിയായിട്ട് ചായ കുടിക്കണം. നമ്മളിവിടെ പോയാലും ചായ കൂടി നമ്മൾ ഒഴിവാക്കത്തില്ല. ചായ കൂടി ഏറ്റവും കൂടുതൽ ചായക്കട. അത് ഒരുപാട് ഒരു കമന്റിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഈ സൈക്കിൾ സെഷൻ എവിടെ പോകുന്നു അവിടെ ചായ കൂടി ഉറപ്പായിട്ട് കാണും. ചില ആൾക്കാർ ചോദിക്കുന്നത് യാത്രയിൽ ചായ ഇല്ലെന്ന്. ചില ആൾക്കാർ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലും കൂടുതലും ചായ കട. നമ്മൾ ഈ രാത്രിയൊക്കെ ആകുമ്പോൾ ചില കടകളും എടുക്കാത്തെന്ന് പറയുമ്പം ലൈറ്റ് ബുദ്ധിമുട്ട് കാരണം. പക്ഷേ നമുക്ക് ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ കയറാം എന്ന് മാത്രമാണ് പറഞ്ഞത്.
അപ്പോൾ ഇവിടെ വന്നപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ഓക്കെ ആയിരുന്നു. നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്ത് കയറി കേട്ടോ. ചായയൊക്കെ കഴിച്ച് ഇത്തിരി ഇരുന്നിട്ടാണ് നമ്മൾ നേരെ അകത്ത് കയറി. എന്തായാലും ഇവിടെ വന്നേലേ ഒന്ന് ഫുഡ് കൂടെ കഴിക്കാം. അതെ, അകത്ത് കയറി നമ്മൾ വിചാരിച്ചു ഒരു മസാല ദോശ പറയാമെന്ന് വെച്ചാൽ ഒരു വയറ് വിശപ്പ് എല്ലാവർക്കും ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരെണ്ണമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ മസാല ദോശ വേണമെന്ന് ഞങ്ങളുടെ പ്ലെയിൻ ദോശയാണ് നമ്മൾ സാധനം എടുത്തത് കേട്ടോ. നമ്മൾ പ്ലെയിൻ ദോശയാണ് എടുത്തത്. അങ്ങനെ നമ്മൾ പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇരിക്കുക. നമ്മൾ ഒരു പ്ലെയിൻ ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നോക്കി ഒരു പ്ലെയിൻ ദോശ കൊണ്ടുവന്നിട്ടുണ്ട്. മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് കറികൾ സാമ്പാർ, ചമ്മന്തി, പിന്നെ അല്ലാതെ ഒരു ടൈപ്പ് മുളക് ചമ്മന്തി. ഇതെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനങ്ങളാണ്. ചമ്മന്തിയൊക്കെ നമ്മളാ മുളക് ചമ്മന്തി ഇങ്ങനെ അറ്റത്തിരിക്കുന്ന ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള, ഒത്തിരി എരി ഉണ്ടെങ്കിലും വളരെ ടേസ്റ്റ്. എല്ലാം ഒരു എന്താണ് കിടിലം തന്നെയാണ്. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇവിടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാനോട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. FB യിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് ഫോർ വാച്ചിങ്.